അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ഹലോ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ എൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഓപ്ഷനാണ്. മിക്ക മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കുറേ ക്യാഷ് ഒപ്പിക്കണം. ക്യാഷ് വെച്ചാണ് മൊത്തം ക്യാഷ് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛന്മാരെ. പിന്നെയും കുറച്ച് കാശും കൂടെ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ഥലം വലുതാക്കാം. എന്തിനാണ് ഇവർ കടലിൻ്റെ നടുവിലൊക്കെ വെച്ചിവിടെ ഒരു സിറ്റി ആക്കുവാണ്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ രണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5 എഡിറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇടത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സബ്ബാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ബെൽ ബട്ടനും അടിച്ചങ്ങ് താഴെ. അച്ഛന്മാരെ ഇതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ എന്താണൊക്കെ ചെയ്യാനുള്ളതാണ്. എനിക്ക് വലുതായിട്ടൊന്നും ഗെയിമിനെ കുറിച്ച് അറിയത്തില്ല. അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിനകത്തുള്ള പൈസയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് 1000 വെച്ചാൽ കിട്ടുന്നെങ്കിൽ 1200 അല്ലെങ്കിൽ 1500 അങ്ങനെ വെച്ച് കിട്ടാൻ തുടങ്ങും. അത് നല്ലൊരു ഇതാണ്. നല്ലൊരു ഇതാണ് ഗൈസ്. ഇതെന്തുവാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വെള്ളത്തിൽ ആരാണ്ട് മൈൻ പൊട്ടിച്ചൊന്നുമില്ല. തിരമാലയായിരുന്നു ഗൈസ്. അടുത്ത പൈസ അതിന് താവുന്നുണ്ട്. ക്ലൈം ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ക്ലൈം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണല്ലോ ഉള്ളത്. ഇതുവരെ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. മറ്റേ ആ പൈസയുടെ ഇത് കാണിച്ച് 80 രൂപ കൊടുക്കാമെങ്കിൽ 18 രൂപ കൊടുക്കാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തോ ചെയ്യണം, മറ്റേ സാധനം കിട്ടും. മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് അറിയാം. നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് വലിയ പരിചയമില്ല. ഇത് നമ്മുടെ സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് നമ്മൾ കയറ്റി അന്ന് തന്നെ ഡിലീറ്റ് ആക്കേണ്ട വന്നു. അതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ നിൽക്കുമ്പോൾ സോഫയും കാര്യങ്ങളും എല്ലാം വരുന്നു. അതിനനുസരിച്ച് നമ്മുടെ പൈസയും പോകുന്നുണ്ട്. അവിടെ ഇരട്ടിയായി കിട്ടുന്നുമുണ്ട്. എന്തായാലും നല്ലൊരു ഗെയിമാണ്. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഗെയിം കളിക്കാത്തവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. വലിയ ഡൗട്ടൊന്നും ചോദിക്കില്ല. കൊച്ചു ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ ഗെയിം കളിക്കുന്ന ഗെയിം പ്ലേയേഴ്സിനെ കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ല കുറച്ച് അത് നമുക്കറിയാം. അല്ലാതെ നമ്മൾ ഒരു 10-20 നിമിഷമെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗെയിമാണ് മച്ചന്മാരെ. ഫസ്റ്റ് ടൈമാണ്. കംപ്ലീറ്റ് ആക്കാൻ ഇച്ചിരി സമയം എടുക്കും. പനിയൊക്കെ ഒന്ന് മച്ചന്മാരെ ചെറുതായിട്ട്. അതുകൊണ്ടാണ് സ്റ്റോപ്പായത് മച്ചന്മാരെ. അവിടെ വെക്കുമ്പോൾ നമുക്ക് സ്പീഡ് ബനാന മൂവ് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് ട്രഷർ കാണുന്നില്ലേ, അവിടെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ സീൻ എന്താണെന്ന് വെച്ചാൽ ഷാർക്ക് വല്ലതും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തീരുമാനമാക്കും. നമ്മൾ
നമ്മൾ അവരുടെ അടുത്തോട്ട് പോയാൽ മാത്രമേ ഷാർക്ക് നമ്മുടെ അടുത്ത് എത്തുള്ളൂ. ഇവിടുന്ന് ഓരോ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മളങ്ങനെ ക്യാഷ് കൊടുക്കാത്തതുകൊണ്ട് നമ്മളൊന്നും വാങ്ങുന്നില്ല. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ അങ്ങനെ പൈസ മുടക്കുന്നില്ല. ട്രഷറിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റും. ട്രഷർ ഒന്ന് സെറ്റ് ചെയ്യും. ട്രഷറിൻ്റെ അടുത്ത് ക്ലൈം ചെയ്തപ്പോൾ നമുക്ക് 2000 സംതിങ് ഇത് കിട്ടി. അങ്ങനെ 14,000 സംതിങ് ആയി. അങ്ങോട്ട് പോയി നോക്കിയായിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ പോയി നോക്കിയതാണ്. നമുക്കിത് പോയി നോക്കാം. വേറെ സ്ഥലത്ത് ഇതിനകത്തൊരു തേങ്ങ തല പോലെ ഇടാൻ അങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത്. അല്ലെ നമ്മൾ വന്ന് നമ്മുടെ വീട് പോലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. മറ്റേ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നു. പെട്ടെന്ന് ഇവിടെ രാവിലെ ആയി, പെട്ടെന്ന് ഇവിടെ രാത്രിയായി. 2 മിനിറ്റ് ഇരുന്നിട്ട് സൂര്യൻ പെട്ടെന്ന് താന്നു പോയിക്കും. ഷാർക്ക് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് സീൻ. ഓടിച്ചിട്ട് അവൻ ചന്തക്കിട്ടടിക്കും. അടുത്ത ട്രഷറുണ്ട്, 3 ട്രഷറുണ്ട്, ഇനി 2 കൂടെ. ഇവിടെ മച്ചന്മാരെ നമ്മൾ അതും കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൊടുത്തപ്പോൾ അടുത്തടുത്ത് വരുമോ മച്ചന്മാരെ? നമ്മുടെ ക്യാഷ് ഇല്ല, നമുക്ക് എടുക്കണം. ഓരോന്നോരോന്നോട്ട് നമ്മൾ സെറ്റാക്കി വരുന്നു. കഥയൊന്നുമില്ലെന്ന് തോന്നുന്നു. കഥയൊക്കെ ഇനി വരുത്തോളെന്ന് പറയും. മച്ചമ്മതി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, അതുകൂടെ നമുക്ക് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അച്ഛന്മാരെ അപ്പൊ നമുക്ക് പിന്നെ വരാം. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. ബൈ ബൈ. ഫോളോ.